ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫോർഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വിത്ത് ബേബി. ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞാനും മോള് മാത്രമേ ഉള്ളൂ. ഞാൻ മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് നോർമൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ 2 ഡ്യൂട്ടീസേ ഇന്ന് വീക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ആനുവൽ ലീവ് വെച്ച് എല്ലാ വീക്കിലും ഇട്ട് കൊടുക്കുവാണ്. കാരണം നമുക്ക് 7 വീക്സ് വരെ ആനുവൽ ലീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടെ സമയം കുട്ടിയുടെ കൂടെ ഇരിക്കാമല്ലോ. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതായി ഇന്നലെ ഉണ്ടായ പോലെ എനിക്ക് തോന്നണേ. എന്ത് ഫാസ്റ്റായിട്ട് ടൈം പോണേ. മെറ്റേണിറ്റി ലീവിന് ഇന്നലെ കയറിയതാ, ഇന്ന് വീണ്ടും ജോലി നോർമൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡൊക്കെ മേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. ഇതും ചില ദിവസം കുഞ്ഞ് കരച്ചിലൊക്കെയാണ്, ചെയ്യാൻ പറ്റാറൊന്നുമില്ല. പിന്നെ ആദ്യം ഇത് ബെഡ് മേക്ക് ചെയ്തിട്ടാണ് ഞാൻ മോളുടെ നാപ്പിയും മാറ്റി. ഞാൻ നാപ്പി ആക്ച്വലി മാറ്റുമ്പോൾ ഞാൻ വൈപ്സ് യൂസ് ചെയ്യാറില്ല, ഞാൻ വാഷ് ചെയ്യുക ചെയ്യാറ്. പിന്നെ ഞാൻ മാക്സിമം എല്ലാ ദിവസവും തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ രാവിലെ തന്നെ ഫേസിൽ ക്രീം ഇടാനും ഫുൾ ബോഡിയിൽ ക്രീം ഇടാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എക്സിമയൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മളെപ്പോഴും ബേബീസിൻ്റെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈനെസ് കൂടുമ്പോഴാണ് എക്സിമയുടെ ഒരു കോസായിട്ട് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ മുടി ഒരുക്കുക എന്ന് പറയുന്നത് രാവിലെ വലിയൊരു ചടങ്ങാണ് എനിക്ക്. കേളി ഹെയർ മോൾക്ക് കിട്ടാത്തതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു തരത്തിൽ ഞാൻ ഓർക്കുമ്പം വലുതാകുമ്പോൾ അവൾ എനിക്കും ദൈവത്തിനുമൊക്കെ നന്ദി പറയും, കേളി ഹെയർ കിട്ടിയില്ലല്ലോ എന്ന്. കാരണം മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കേളി ഹെയർ മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറിയില്ല സമയം കിട്ടുമോയെന്ന്. കാരണം ഇത് വാഷ് ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണല്ലോ. മോളെ വെച്ച് ഇങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ശരിക്കും പാടാണ്. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടും പാഷൻ കൊണ്ടും ഞാനിങ്ങ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞ് ബെഡും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എസ്തുവിനെ നാപ്പിയൊക്കെ മാറ്റി റെഡിയാക്കുന്നത്. ഈ ഒരു സമയം കുറച്ച് സമയം ഞങ്ങൾ തമ്മിലുള്ള കളിക്കണ ഒരു സമയമാണ്. കുറച്ച് നേരം അവളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അവളെ കളിപ്പിച്ച് ചിരിപ്പിച്ച്. എല്ലാ ദിവസവും ഇത്ര ഹാപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ എണീറ്റ് വരുന്നത്. ചില ദിവസം വളരെ മോശമായിട്ടാണ് എണീക്കുന്നത്. അന്നത്തെ ദിവസം വീഡിയോ പോയിട്ട് എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ എണീറ്റ് വന്ന് എന്നും ചെയ്യുന്ന പോലെ തന്നെ കർട്ടനൊക്കെ മാറ്റി ഞാൻ ടോയ്സൊക്കെ രാത്രിയിൽ എടുത്ത് വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ കുറച്ച് വൃത്തിയായി കിടക്കുന്നത്. പക്ഷേ ചില ദിവസം ഇവിടെ ടോയ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കാറൊക്കെ ഉണ്ട്. എസ്തുവിന് മാക്സിമം ഞാൻ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഞാനും മോളുണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നു, കുഞ്ഞായി കഴിഞ്ഞാൽ ഞാൻ ഫോൺ കൊടുക്കില്ല, TV കാണിക്കില്ല എന്നൊക്കെ. പക്ഷേ മോളായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും പോസിബിൾ അല്ല. നമുക്ക് നമ്മുടേതായ സമയം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് TV ഒക്കെ കുറച്ച് നേരം വെച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം കുഞ്ഞിനെ കൈമാറാനൊന്നും ഇവിടെ ആരുമില്ല, നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നത്. ഞാൻ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് TV വെക്കാതിരിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് നേരം അവളെ ഇരുത്താൻ പറ്റുമോ എന്ന് നോക്കും. ഞാൻ ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് മാറ്റൊക്കെ ഇട്ട് നോക്കും. അവൾ ഇരിക്കുവാണെങ്കിൽ ഞാനിവിടെ വരും. രാത്രിയിൽ എനിക്ക് പാത്രമൊന്നും കഴുകി വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയി കിടന്നു. അപ്പം ഞാൻ അടുക്കളയിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കും ഒരു ഗ്ലാസ്. അത് ഞാൻ വർഷങ്ങളായിട്ടുള്ളൊരു പ്രാക്ടീസാണ്, ഞാനത് ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഞാൻ പ്രഗ്നാക്കെയറിൻ്റെ ടാബ്ലറ്റും കഴിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ UK ടാപ്പ് വാട്ടർ കുടിക്കാറില്ല. ഞങ്ങൾ 0 വാട്ടറിന് ഫിൽറ്റർ വെച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. എനിക്ക് UK വന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. എല്ലാവരും എങ്ങനെയാണ് ടാപ്പ് വാട്ടർ കുടിക്കുന്നത്? കാരണം അടുക്കളയിലെ ടാപ്പ് വാട്ടറാണ് എല്ലാവരും കുടിക്കുന്നത്. ഇവിടെ ആരും വെള്ളമൊന്നും പുറത്തൊന്നും മേടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് UK ടാപ്പ് വാട്ടർ കുടിക്കാൻ കൊള്ളില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫിൽറ്റർ വാങ്ങി വെച്ചിരിക്കുന്നത്. ഞാൻ ചില ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ ക്ലീനായി കിടക്കുന്ന കിച്ചനും അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊന്നും എല്ലാവരുടെ ലൈഫിലും പോസിബിൾ അല്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ കേട്ടോ ഞാൻ വാഷ് ചെയ്യാത്ത ഡിഷസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എസ്തു ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ പിന്നെ ചെയറിൽ കൊണ്ട് വെച്ച് TV വെച്ച് കൊടുത്തു. പിന്നെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവളെ കിടത്തി ഉറക്കിയിരുന്നു, പാലൊക്കെ കൊടുത്തിട്ട്. ഇപ്പം ഞാൻ കാണുന്നൊരു സീരീസ് ആട്ടോ, റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു 6 സീസണുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, മെഡിക്കൽ റിലേറ്റഡ് ആയതുകൊണ്ട് കാണാൻ വേണ്ടി. ദസ്തുവിനുള്ള പ്യൂരിയാണ് ഉണ്ടാക്കുന്നത്. ആപ്പിളും ക്യാരറ്റും കൂടെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഞാൻ ചില ഫുഡ് റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ, നിങ്ങളത് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എസ്തുവിന് നുറുക്ക് ഗോതമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നുറുക്ക് ഗോതമ്പ് പൊടിക്കാൻ വേണ്ടി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. അത് ഇന്നത്തെ ഒരു ടാസ്ക്കാണ്.
ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞാൻ 13 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 73 kg ആയിരുന്നു. ഇപ്പം ഞാനത് 67 kg ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒറ്റയടിക്ക് ഡയറ്റിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മോളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു 8 to 9 months ഒക്കെ ആകാറായപ്പോൾ ഞാൻ പയ്യെ ചോറൊക്കെ കുറച്ചു. വേറെ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള വേറെ ഫുഡ്സ് ആഡ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഓട്സാണ് രാവിലെ കഴിക്കുന്നത്. ഓട്സ് ഷേക്ക് പോലെ അടിക്കും. ഞാൻ പാലും ചായയും എല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കി. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പാൽ കുടിക്കണം. അപ്പം കുറച്ച് പാലെടുക്കുക, പിന്നെ ഓട്സ് ഇടുക, പിന്നെ മധുരത്തിന് പകരം ഞാനൊരു പഴമാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് നട്ട്സ്, കുറച്ച് ആൽമണ്ട്സ്, ഒരു വാൾനട്ട്. അപ്പോൾ ഇത് ഹെൽത്തി ആണ് താനും, നമ്മൾ വണ്ണം വയ്ക്കത്തുമില്ല, ടേസ്റ്റിയാണ് താനും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഇത് കൃത്യം ഒരു ഗ്ലാസ് ഉണ്ട്. ഞങ്ങളുടെ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് വയറ് നിറയും നന്നായിട്ട്. ഇത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത സ്നോട്ട് സക്കറിൻ്റെ ഒരു ഫിൽറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്നോട്ട് സക്കർ ബേബീസിനെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണണം കേട്ടോ. അപ്പോൾ സ്നോട്ട് സക്കറിൻ്റെ ഫിൽറ്ററാണിത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒന്നും കൂടെ കാണിക്കുന്നതാണ്. ഇത് ഇന്ന് സംഭവിച്ച കാര്യമായതുകൊണ്ട് ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നു മാത്രം. സ്നോട്ട് സക്കറിൻ്റെ കൂടെ വന്ന ട്വീസറാണ്. പിന്നെ ഇത് അതിൻ്റെ ഫിൽറ്ററാണ്. ആ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടിട്ടില്ല, കാണണം കേട്ടോ. അപ്പോൾ ഇത് എസ്തുവിനുള്ള പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എസ്തു ഉറങ്ങുവാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് എസ്തു 9 months ആയല്ലോ എന്ന്. അപ്പോൾ അതിനുള്ള ഞാൻ എല്ലാ മാസവും ഓരോ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട്. ഓരോ മാസവും, അതായത് 1 month, 2 month, 3 month, അപ്പോൾ 9 months വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അമ്മമാർ അങ്ങനെയൊക്കെ എടുത്ത് വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പോൾ 1 year ആകുമ്പോൾ ഞാൻ ഇതൊക്കെ ഫോട്ടോയൊക്കെ ഉള്ള 1 year ബർത്ത്ഡേക്ക് ഇതൊക്കെ ഹാങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, ഇതൊക്കെയാണ് ഐഡിയ. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി പുതിയ തുണി അതിനകത്ത് ഇട്ടു. ഇതൊക്കെ തന്നെ ഒരു ദിവസത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, ഒത്തിരി പണിയൊന്നുമില്ലെന്ന്. പക്ഷേ നാട്ടിൽ നമ്മൾ പറമ്പിൽ പണിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എന്തെങ്കിലുമൊക്കെ പണി വന്നുകൊണ്ടേയിരിക്കും. എസ്തു നോർമലി പകൽ ഉറക്കം കുറവാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഫ്രീ ടൈമായിട്ട് കിട്ടാറുള്ളൂ. കൂടുതൽ പണി ഞാൻ അവളെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കാലിൽ ചവിട്ടി തൂങ്ങിക്കിടക്കോ അങ്ങനെ ഇളയിൽ വെച്ചോ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സമയം എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പോലും കഴിക്കാൻ പറ്റാറില്ല. എനിക്കറിയാം മിക്ക അമ്മമാരും അങ്ങനെയാണെന്ന്. ഇത് ഞാൻ എൻ്റെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ ആക്ച്വലി ഗോതമ്പ് ദോശയും ഇച്ചിരി ചിക്കൻ കറി ഉണ്ടെന്ന്. അപ്പോൾ ഞാനോടത്ത് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും കൂടെ കഴിക്കാമെന്ന്. ഗോതമ്പ് ദോശ ഞാൻ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ അടിക്കും. അപ്പം കണ്ടോ ബാറ്റർ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേനും എസ്തു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെയും പിടിച്ചാണ് ദോശ ഉണ്ടാക്കൽ യജ്ഞം. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ. UK എപ്പോഴും മഴയാണ്, അതുകൊണ്ട് പ്രത്യേകമായിട്ട് അത് കാണാനൊന്നുമില്ല. എവറി ഡേ മഴയാണ്. സമ്മറായാലും വിൻ്ററായാലും മഴയാണ് ഇവിടെ. നാട്ടിലെ പോലെ വലിയ ഹെവി റെയിൻ ഇവിടെ ഉണ്ടാവാറില്ല. ആ ദോശ ഇവിടെ എന്നെ നോക്കിയിരിക്കുകയാണ്. അതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എസ്തുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ ടോയ്സൊക്കെ കൊടുത്ത് പറ്റിച്ച് ഇവിടെ ഇരുത്തിയിട്ട് പോയിട്ട് ദോശ ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ നടന്നില്ല. എസ്തുവിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ തിരിച്ച് വന്ന് വീണ്ടും കളിപ്പിക്കാനൊക്കെ നോക്കി, അതും പരാജയപ്പെട്ടു. പിന്നെ കുറേ നേരം കൂടെ എസ്തുവിൻ്റെ കൂടെ ഇരുന്ന് അവൾക്ക് പാല് കൊടുത്ത് അവളെ ഉറക്കിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് വന്ന് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് വിശന്ന് എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറിയിരുന്നു. അപ്പം നമ്മുടെ ദോശയും ചിക്കനും ഒക്കെ തട്ടയകത്താക്കിയിട്ട് എൻ്റെ അടുത്ത ലക്ഷ്യം എസ്തുവിന് വൈറ്റമിൻ D കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കാറുണ്ട്. ഇത് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ മറന്നൊക്കെ പോവും, എങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കണ ബേബീസിനാണെങ്കിൽ 400 ml കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ D വേണ്ട എന്നാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾ ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കണം കേട്ടോ. പക്ഷെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എസ്തുവിന് വൈറ്റമിൻ D നമ്മൾ ഡെയിലി കൊടുക്കണം. ഇനി ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ തുണി മടക്കൽ യജ്ഞമാണ് അടുത്തത്. അപ്പോഴേക്ക് എസ്തു അവിടുത്തെ ഗേറ്റിലൊക്കെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊന്ന് വീണു. പിന്നെ ഭയങ്കര കരച്ചിലായി സീനായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അവളെ ഉറക്കാൻ നോക്കി. എസ്തു ഉറങ്ങുന്നത് 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് വരും. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണ കുട്ടികൾ 2-3 മണിക്കൂറൊക്കെ സ്ട്രൈറ്റ് ഉറങ്ങുന്നു. എസ്തു അങ്ങനെ ഉറങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് നല്ല വെതർ പുറത്ത് എസ്തുവിനൊന്ന് പുറത്തിറക്കാമെന്ന്. എസ്തുവിന് പുറത്തിറങ്ങാനുള്ള ഡോറിൻ്റെ അടുത്ത് വരുമ്പം എത്ര കരച്ചിലാണെങ്കിലും അവൾ കരച്ചിൽ നിർത്തും. അപ്പോൾ അവൾ തന്നെ ഡോറ് തുറക്കാൻ നോക്കുവാണ്.
അപ്പം നമ്മുടെ വേസ്റ്റ് എടുത്തിട്ട് അവർ ബിന്ന് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ബിന്നെടുത്ത് തിരിച്ച് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കൊണ്ടുവയ്ക്കണം. അതാണ്, അവർ തിരിച്ചു കൊണ്ട് വയ്ക്കത്തില്ല, അവരെടുത്തിട്ട് പോകുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ട് വെച്ചു. അതിൽ തൊട്ട് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു അറപ്പാവുന്നൊരു ഫീലാണ്. പിന്നെ ഞാൻ ഓടും അകത്തേക്ക് കൈ കഴുകാൻ വേണ്ടി. പിന്നെ ബിബിൻ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരപ്പനും മോളും കുറേ നേരം കളിച്ചിരുന്ന്. ഡിന്നറിന് ഞാൻ സാൽമൺ ആയിരുന്നു റെഡിയാക്കിയിരുന്നത്. അപ്പോൾ സാൽമൺ റെഡിയാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കാണിച്ചില്ലെന്ന് മാത്രം. എസ്തുവിന് TV വെച്ച് കൊടുത്തു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കഴിപ്പ് നടക്കത്തില്ല. പക്ഷേ എങ്കിലും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ കരഞ്ഞതുകൊണ്ട് വീണ്ടും താഴെ ഇറക്കി വെക്കേണ്ടി വന്നു. ഞാൻ എസ്തു എങ്ങനെയൊക്കെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ എങ്ങനെ കാണിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനും ബിബിനും നല്ല സിനിമാ ഭ്രാന്തമുള്ളവരാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ 4-5 സിനിമയൊക്കെ ഒറ്റയ്ക്കിരുന്ന് ബിബിൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കാണുമായിരുന്നു. എസ്തു എന്നെ കഴിപ്പിക്കാനുള്ള ലക്ഷണമൊന്നുമില്ല, എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.